വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോ കേരളപ്പിറവിയൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നാളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇത് കേരളപ്പിറവി സ്ഥിതിക്കപ്പോൾ ഒന്ന് ഒരു പായസം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ കേട്ടാ. ശർക്കര പായസേ, നെയ് പായസം എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണല്ലോ. നാട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് കേരളപ്പിറവിക്ക് നമ്മൾ എന്താ പറയുക, സെറ്റ് മുണ്ട് അങ്ങനത്തെ കേരള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകാറുണ്ട്. ജോലിക്ക് പോകുന്ന സമയത്ത്, കോളേജിലൊക്കെ പോകുന്ന സമയത്തുണ്ടെങ്കിലൊക്കെ. ഇപ്പം ഇവിടെ പിന്നെ ഞാനിപ്പോൾ ഇവിടെ പോകണല്ലോ. അപ്പം ഞാൻ റൂമിൽ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ നമുക്കൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓണത്തിന് മുമ്പ് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അരി ഇരിപ്പുണ്ട്. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതി ഇന്ന് ശർക്കര പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കാം. ചുണ്ടു, എല്ലാവർക്കും ഇപ്പം കേരളപ്പിറവി ആശംസകൾ പറഞ്ഞു. ചുണ്ട് വീഡിയോ എടുക്കണേ എൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കും. ആൾക്ക് ഇങ്ങനെ ഈ ക്യാമറയിൽ നോക്കി ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അല്ല ചുണ്ടു, ഒരു ഉമ്മ കൊടുത്ത് ഫ്ലൈങ് ഷോട്ട് ഫ്ലൈങ് ഷോട്ട് എടുക്ക്. ഇതിപ്പോ ചുണ്ടിപ്പോ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് 12 മണി നാളെ എനിക്കിപ്പോ ആള് നേരം വൈകിട്ടൊക്കെ കിടന്നുറങ്ങിയത്. അത് തന്നെ എനിക്കാനും കുറച്ച് നേരം വൈകി. കൊച്ച് സരിഗമ പാടി കൊടുത്ത്. സരിഗമ ഇവിടെ നിൽക്കും. ഇവിടെ ഫസ്റ്റ് ഇവിടെ സരിഗമ വേഗം വേഗം പാട്. സരിഗമ ആളുടെ ഹാർമോണിയാണ്. നമുക്കിത് പായസമൊക്കെ ഉണ്ടാക്കാം. പിന്നെ അതായത് ചിക്കൻ വെക്കാനുണ്ട്. എന്താ പറയാ, അയ്യോ അതിന്റെ പേര് ഞാൻ വിട്ടു കേട്ടോ. ചിക്കൻ ഞാൻ സിജോച്ചാണ് ചോദിച്ചിട്ട് പറയാം. ചിക്കൻ അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ വെട്ടി പീസാക്കണം. കാരണം എനിക്ക് അധികം വെട്ടാൻ അങ്ങനെ അറിയിച്ചു ചോദിച്ചാണ് വെട്ടി തരാറ്. ഞങ്ങളത് പീസാക്കിയിട്ട് വാങ്ങിക്കാറ്. അപ്പൊ അന്ന് കട നല്ല തിരക്കായിരുന്നു. അപ്പൊ അത് കാരണം ഇങ്ങനെ പീസായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അത് മുഴുവനായിട്ട് വാങ്ങിച്ചേക്കണം. അത് കട്ട് ചെയ്യണം. ഞാൻ വെട്ടാണെങ്കിൽ അത് ഒരുമാതിരി ചക്ക വെട്ടിയോളം കരകുരായി പോകാം. വെട്ടാനൊന്നും അറിയില്ല. അപ്പൊ ചോദിച്ചാൽ ഇപ്പൊ അല്ല എന്താ പറയാ, ഇവിടെ എല്ലാ ആളിപ്പോ ദുബായിലാണ്. കുറച്ചൊരു വർഷം 3 ദിവസമായിട്ട് അവധിയാണ്. എത്തുമ്പോ രാത്രി 10 മണിക്ക്. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ തന്നെ വെട്ടി വെക്കാന്ന് കറി. പായസം വെക്കുന്നു കാണിച്ചു കേട്ടോ. ശർക്കര പാനി തയ്യാറാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അരി ഞാൻ വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. ഞാൻ ശർക്കര പാനി ആദ്യം ഉണ്ടാക്കട്ടെ. ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ശർക്കര പാനി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ആകെ 3 കട്ട ശർക്കര ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പൊക്കെ ഞാൻ ഒരു തവണ ഇതേപോലെ പായസം വെച്ചു, കൊഴുക്കട്ടുണ്ടാക്കി. ലാസ്റ്റ് വന്ന് ശർക്കര ഇടത്. അപ്പോൾ അത് കാരണം അതിനുള്ള അരി മാത്രമേ എടുക്കണുള്ളൂ. ഇതാണ് മട്ട റൈസ്. ഈ റൈസ് കാരണം പായസം ഇങ്ങനെ കണ്ടില്ല. 1 ഗ്ലാസ് അരി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ ഞാൻ സുജാന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 1 ഗ്ലാസ് അരി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളത് നമ്മൾ റൈസ് വയ്ക്കുന്ന പോലെ തന്നെ അതെ ഞാൻ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ കഴുകാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നന്നായിട്ട് വാഷൊക്കെ ചെയ്തു. ഇതേ കണ്ടില്ല അരി ഇപ്പോൾ ഇതെങ്ങനെയായി. ഇനി നമ്മളത് വേവിക്കാൻ വെക്കുകയാണ്. അരിക്ക് കഴുകിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മളിത് അടുത്ത ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ. ഇതെന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് അത് വെന്ത് വന്നിട്ട് വേണം ഇപ്പോൾ ശർക്കര പാനിയൊക്കെ എനിക്ക് ഒഴിക്കാനായിട്ട്. ഈ കണ്ടില്ലേ, ഇത് ഫുൾ ചിക്കനാണ് കേട്ടോ. ഇത് ഇനി എനിക്കിന്ന് വെട്ടിയൊക്കെ ഇനി ശരിയാക്കണം. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ശർക്കര പാനി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ശർക്കര പാനി കിടന്ന് നന്നായിട്ട് ഒന്നും കൂടി തിളയ്ക്കണം. നല്ല കട്ടയാവണം. നമ്മൾ സാധാ പായസം പോലെ ഒരുപാട് ഇതിലല്ലാട്ട് ഉണ്ടാക്കണേ. നല്ല കട്ടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേ പിന്നെ നെയ്യ് എടുത്തുട്ടോ. നെയ്യ് 2 ടീസ്പൂൺ നെയ്യും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതേപോലെ കട്ടയായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്.
നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അത് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ അത് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ നന്നായിട്ട് ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഏലക്കായും കൂടി പൊടിച്ചിടണം. ഏലക്കായുടെ തൊണ്ടൊക്കെ മാറ്റി കളഞ്ഞിട്ട് പൊടി മാത്രമായിട്ട് നമ്മൾ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മളത് ചിക്കൻ എടുത്തോട്ടോ. പായസം ഞാൻ ഉണ്ടാക്കിയത് അടച്ച് വെച്ചേക്കാണ്, ചൂടായിട്ട് വേണം കഴിക്കാനായിട്ട്. ഈ ചിക്കൻ എടുത്തു. ഇതെന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ പരമാവധി ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സിജോ ഇല്ലാത്ത നല്ലൊരു കുറവ് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കാണുന്നു. കാരണം സിജോ ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ റിസ്ക് ഇല്ല, സിജോ ചെയ്തോളും. ഇനി ഒരു വിധത്തിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും വേറെ എല്ലാ പീസുകളും നല്ല ഭംഗിയിൽ കിട്ടിയില്ലെങ്കിലും ചിക്കൻ കാല് മാത്രം നല്ല രീതിയിൽ കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. കണ്ടോ, ചിക്കൻ കാല് കറക്റ്റായിട്ട് കിട്ടി. ബാക്കി പീസൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കാരണം ഇപ്പം എന്തായാലും കുക്ക് ചെയ്യുന്നില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും ചെയ്യുള്ളൂ. ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് മൊബൈലിലൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേക്കും ഒന്ന് ഇതിൽ മസാല ഒക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ദേ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഫ്രീസറിൽ കയറ്റി വെക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ അതിൻ്റെ ഇടയ്ക്ക് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഉണ്ടാക്കാണ്ടിരുന്നത്. പിന്നെ അവൾ ഉറങ്ങി കേട്ടോ, അവൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനത്തെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടെ. ഞാൻ ഒരുവിധമൊക്കെ വെട്ടി. എനിക്ക് അത്ര എന്താ പറയുക സംതൃപ്തി ആയില്ല വെട്ടിയിട്ടൊരു. എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ വെട്ടണേ. ഒരു തവണ വെട്ടിയിട്ടുണ്ട്. അത് വെട്ടിയിട്ട് ആകെ കുളമായിപ്പോയി. പിന്നെ സുജ വെട്ടുമ്പോൾ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഇത്. പിന്നെ ഇപ്പം ഒരുവിധം വെട്ടി, അത്ര കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ശരിയാക്കി. ഇപ്പോൾ കറി വെക്കണം. ഇവളിഞ്ഞി ഇട്ടിട്ട് ഇവൾക്ക് ഇനി ചായ കൊടുത്തിട്ട് വേണം ഇനിയിപ്പോൾ കറിക്ക് വെക്കാനായിട്ട്. ഈ ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ ചായ, പാല് കാച്ചണം അവൾക്ക്. പിന്നെ അവൾക്കുള്ളത് കഴിച്ച് കൊടുത്തിട്ട് വേണം ഇനി ചിക്കൻ കറി വെക്കാൻ. നമ്മൾ പായസം ടെസ്റ്റ് ചെയ്ത് നോക്കണം. പായസം ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ഇറക്കി വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനിടയ്ക്ക് അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി പാലുണ്ടാക്കി ഇതേ പായസം ഞാൻ വിചാരിച്ചപ്പോൾ നല്ല കട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് കഴിക്കാം. പായസം തരാട്ടെ അമ്മ. പായസം എന്തായാലും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ നല്ല രസമുണ്ടായിരുന്നു. മധുരമൊക്കെ പാകത്തിനായിരുന്നു. ഞാനും കുറേ കഴിച്ചു, ചുണ്ടും കഴിച്ചു. ഇതിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കണത് കഴിക്കാനായിട്ട്. ഇത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീം കൊടുത്തിട്ടാണ് പിന്നെ ചിക്കൻ വെക്കാനായിട്ട് പോയത്. ഇല്ലെങ്കിൽ അവൾ എപ്പോഴും അവിടേക്ക് വരും, കിച്ചണിലേക്ക് വന്ന് എന്നെ ശല്യം ചെയ്യലായിരിക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഒന്ന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ സബോളൊക്കെ ഒന്ന് എന്താ പറയുക സബോള വറുത്ത് എടുക്കാൻ പോയത്. ചിക്കൻ ചുക്കയ്ക്ക് ഇതുപോലെ സബോള വറുത്ത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റാണ് ചിക്കനിൽ ചേർക്കേണ്ടതെന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അപ്പം ഞാൻ അങ്ങനെ സബോളൊക്കെ ഇത് വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ചതച്ച് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അതിൽ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് വേണം തക്കാളിയൊക്കെ ഇടണം. അതിന് ശേഷം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതൊക്കെ ഇടണം കേട്ടോ. അതായത് പിന്നെ ചിക്കൻ നമ്മൾ മാറ്റിയ ചിക്കൻ എടുത്തത് മുളകൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് പഴുക്കി ഇട്ടു കേട്ടോ. പിന്നെ ഇതൊന്ന് ചിക്കനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ടാണ് നമ്മൾ പിന്നെ സവാള അതിലേക്കിടാണ് കേട്ടോ. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാൻ ലാസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചു, അത് വെച്ച് പണിയായി. അതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് ചെന്ന് കരഞ്ഞപ്പോൾ ഞാൻ ബഡ്സൊക്കെ എടുത്ത് കളിക്കാൻ കൊടുത്തു. നമ്മുടെ ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളം ആയാലും രണ്ടാമത് ഒന്നും കൂടി വറ്റിച്ച് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയത് അടച്ച് വെച്ച്. ചിക്കൻ കറി എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ചേട്ടൻ കൂടി വന്നിട്ട് വേണം ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. പായസം ഇതേപോലെ നല്ല കട്ടയായിട്ട് കിട്ടി. അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി ഇനി ഫ്രിഡ്ജിൽ കയറ്റണം.
ഇനി ഇത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ റൂമിൽ ഇതേ നിറച്ചും സാധനങ്ങൾ ഇട്ടേക്കണം. അവൾ കളിച്ച കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി അവൾക്ക് ഫുഡ് കൊടുക്കണം, എനിക്ക് ഫുഡ് കഴിക്കണം. ഇപ്പം എൻ്റെ സമയം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. ഇതിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചു ചുണ്ടു കൊടുത്തു. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി സുജോച്ചേട്ടൻ വരുമ്പോൾ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ എത്തുമ്പോൾ ഒരു 12 മണി 12:30 ആവും. അപ്പം ഞാൻ താഴെ എത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് വിരിച്ചിടാനുണ്ട്. അപ്പോൾ സുജോച്ചേട്ടൻ വരുമ്പോൾ താഴത്തേക്ക് പോകും. എന്നിട്ട് ഇനി കിടക്കാനായിട്ട് ഇവിടെ എന്തായാലും ലേറ്റായിട്ട് ചിലപ്പോൾ കിടക്കത്തുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഇന്ന് നേരം വൈകി കിടന്നത്. അപ്പോൾ 6 മണിക്ക് നാളെ എണീറ്റത്. അപ്പോൾ അത് ലേറ്റായിട്ട് ഇനിയിപ്പോൾ കിടക്കുള്ളൂ. ഇതിവിടെ കളിയിലാണ്. വാ ഹായ് പറഞ്ഞേ, ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ. ഡ്രസ്സൊക്കെ ഞാൻ എടുത്തത് ബക്കറ്റിലാക്കി വെച്ചു കേട്ടോ. അതേപോലെ സമയം 12:45 ചുണ്ടൊന്നും ഉറങ്ങിയിട്ടില്ല. സുജോ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിതിപ്പോൾ തുണിയൊക്കെ വിരിച്ചിടാൻ പോവാണ്. ചുണ്ടോ എല്ലാവരും ഇവിടെ നല്ല ഉറക്കത്തിലാ. ഞങ്ങളാണ് ഈ നട്ടപ്പാതിലേക്ക് തുണി വെയിലത്തിടാൻ പോണ ആൾക്കാർ. ചുണ്ടു പ്ലേറ്റ് ഇട് പിടിക്കുന്ന അങ്ങനെ തുണിയൊക്കെ നമ്മുടെ വിരിച്ചിട്ട് കഴിഞ്ഞ് ഇനി വേസ്റ്റ് കൊണ്ട് കളയാൻ പോകണം. നൈറ്റ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് കൊണ്ട് പുറത്തളയാൻ പോകും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വേസ്റ്റ് കളയാൻ വേണ്ടി പോവാണ്. കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റശല്യം ഭയങ്കരമാണ്. അപ്പോൾ അത് കാരണം വേസ്റ്റ് നൈറ്റ് കൊണ്ട് ഞങ്ങൾ കളയും. അപ്പം ഞാനത് കളയാൻ പോകണം കേട്ടോ. എല്ലാവരും ഉറക്കമായിട്ട് ആരും ഇല്ല ഇവിടെ. ശരിക്കും ഒരു 12:45 ഇപ്പോൾ കറക്റ്റ് 1 മണി ആയിട്ടുണ്ട്. സുജ 12:45 വന്നത്. തുണിയൊക്കെ വിരിച്ചിട്ട് ഞങ്ങളിതിപ്പോൾ നടന്ന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 1 മണിക്കായിട്ടുണ്ട്. അങ്ങനെ ചുണ്ടത് സുജോൻ്റെ ഒക്കത്തേറി ഇരിക്കുകയാണ് കേട്ടോ. സുജ വന്നതിൻ്റെ സന്തോഷമാണ്. ഒക്കത്തേറി ഇരിക്കുകയാണ്. ഇവിടെ എല്ലാവരും നല്ല ഉറക്കമായിട്ട്. ആ റൂമിൽ മാത്രമാണ് ലൈറ്റ് ഉള്ളത്. ബാക്കി കണ്ടില്ലേ എല്ലാ റൂമിലും എല്ലാവരും കിടന്നു. അതുകൊണ്ട് ഞങ്ങളധികം സൗണ്ട് ഉണ്ടാക്കാണ്ടാണ് റൂമിലോട്ട് പോണത്. ശുണ്ടു അങ്ങനെ രാത്രി നാളെ കുറച്ചുമ്പോഴൊന്നും എടുക്കാറില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ റൂമിലേക്ക് പോകണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.